പാണക്കാട്ടെ മണ്ണിടിച്ചിൽ വിളിച്ചുവരുത്തിയ ദുരന്തമെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ ആരോപണങ്ങളുമായി പ്രദേശവാസികൾ. ഇടിഞ്ഞ കുന്നിന് സമീപം പാറ പൊട്ടിച്ചിരുന്നതായി നാട്ടുകാർ വെളിപ്പെടുത്തി. അനധികൃതമായാണ് പാറ പൊട്ടിച്ചതെന്നും നാട്ടുകാർ പറയുന്നു. അതേസമയം പ്രദേശത്ത് നിന്നും മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ നടുക്കിയ ഈ മണ്ണിടിച്ചിൽ മനുഷ്യനിർമ്മിത ദുരന്തമായിരുന്നുവെന്നാണ് പാണക്കാട്ടെ ജനങ്ങൾ വെളിപ്പെടുത്തുന്നത്. മണ്ണിടിച്ചിലിലുണ്ടായ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പാറ പൊട്ടിച്ചിരുന്നതായി നാട്ടുകാർ വെളിപ്പെടുത്തി. പെട്രോൾ പമ്പ് നിർമ്മാണത്തിന് വേണ്ടി ഭൂമി നിരപ്പാക്കുന്നതിന്റെ മറവിലാണ് ഔദ്യോഗിക അനുമതികളോടെ മലതുരക്കൽ നടക്കുന്നതെന്നാണ് ആക്ഷേപം. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വസതിക്ക് 100 മീറ്റർ അകലെയാണ് ഖനനം നടക്കുന്നത്. വലിയ പ്രകമ്പനമുണ്ടാക്കുന്ന ഉഗ്രശേഷിയുള്ള ഇലക്ട്രിക്കൽ ബ്ലാസ്റ്റിംഗിലൂടെയാണ് പാറ പൊട്ടിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. അതേസമയം അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ പതിച്ച മണ്ണ് നീക്കൽ ദൗത്യം 2ാം ദിവസവും തുടരുകയാണ്. ഇന്നലെ മാത്രം 238 ലോഡ് മണ്ണാണ് പ്രദേശത്ത് നിന്നും നീക്കം ചെയ്തത്. 35 ലോറികളും 5 മണ്ണുമാന്തി യന്ത്രങ്ങളും തുടർച്ചയായി പ്രവർത്തിച്ചാണ് അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പാത ഗതാഗത യോഗ്യമാക്കാൻ ശ്രമിക്കുന്നത്. പ്രദേശത്ത് ഇടവിട്ട് പെയ്യുന്ന മഴ ദൗത്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. റോഡിലെ മണ്ണ് പൂർണ്ണമായി മാറ്റിയാലും മേഖലയിൽ വിദഗ്ധ സംഘത്തിന്റെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സംസ്ഥാന പാത പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കൂ. അനുകൂല കാലാവസ്ഥയാണെങ്കിൽ ഇന്ന് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം. 2 സൈഡും ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ഇന്ന് ഈ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണുകൾ ഇന്നലെ മാറ്റിയ പോലെ ഇന്നലെ 240ഓളം ലോഡുകൾ മാറ്റിയിട്ടുണ്ട്. ഇന്നും 50ന്റെ താഴെ ആയിട്ട് 40ഓളം ലോഡുകൾ ഇപ്പൊ ഇന്ന് മാറ്റി. കുന്നിടിച്ചിലുണ്ടായ പ്രദേശത്ത് ഇപ്പോഴും അപകട സാധ്യത തുടരുന്നുണ്ട്. ആരുടെ ഭാഗത്താണ് വീഴ്ചയെന്ന് കണ്ടെത്താൻ സമഗ്ര അന്വേഷണം ആവശ്യമാണ്. ന്യൂസ് മലയാളം, മലപ്പുറം.